ദുബായിൽ അല്ലെങ്കിൽ UAE ജോലി തേടി വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. സമ്മറിലെ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കാരണം നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാനൊക്കെ ഈ സ്കോർച്ചിങ് ഹീറ്റിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും IT ഇൻഡസ്ട്രീസിലും അതുപോലെ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലൊക്കെ ഈ സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആരാണെങ്കിൽ ഡ്രൈവർ ആണെങ്കിൽ പോലും നിങ്ങൾ ലിങ്ക്ഡിനിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാക്കുക. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇല്ല, നിങ്ങളുടെ ഫോട്ടോ വെക്കുക, നല്ല നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫോട്ടോ വെക്കുക. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്ന ഫോട്ടോസൊന്നും ലിങ്ക്ഡിൻ ഇടരുത്. അതേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളുടെ ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ റീപോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന നമ്മൾ ആരാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊടുക്കുന്ന പോസ്റ്റ്, ഫോർവേഡ് ചെയ്യുന്ന പോസ്റ്റൊക്കെ ഹേറ്റ് പോസ്റ്റാണ് അല്ലെങ്കിൽ ആ രീതിയിലതാണെങ്കിൽ അതും കമ്പനി എപ്പോഴും ചെക്ക് ചെയ്യും. ഒരുപാട് പൊളിറ്റിക്കൽ പോസ്റ്റ്, ഒരുപാട് റിലീജിയസ് അൺവാണ്ടഡ് പോസ്റ്റ്, ഒരുപാട് ഹേറ്റ് പോസ്റ്റ് ഇതൊക്കെ ഫോർവേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനി നിങ്ങളെ ജോലിക്കെടുക്കാൻ മടിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ വിഷയം അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ടെക്നോളജി, നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ നോളജ്, നമ്മുടെ ഡാറ്റ ഇതെല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അതിന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ AI ഉപയോഗിച്ചിട്ടുള്ള ChatGPTയിലാണെങ്കിലും അതേപോലെ തന്നെ ഗൂഗിളിലാണെങ്കിലും റിസർച്ച് ചെയ്തിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുന്നതിന് പകരം നിങ്ങളുടെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൽ പോയി നിങ്ങൾ ഒരു ജോലി കിട്ടി എന്ന് നിങ്ങൾ സിമുലേറ്റ് ചെയ്യുക. സ്വയം തീരുമാനിക്കുക, എനിക്ക് ഇന്നൊരു ജോബ് ഒരു ഏജൻസിയിൽ കിട്ടി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ കിട്ടി, ഈ കമ്പനിയുടെ വർക്ക് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കമ്പനിയുടെ വർക്കുകളെക്കുറിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രാക്ടീസ് ആവും. അത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയൊരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങളെക്കുറിച്ച് ഉണ്ടാവും എന്നുള്ളതാണ്. മൂന്നാമത്തായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഈ പോർട്ട്ഫോളിയോ, CV, ഈ ATS ഫ്രണ്ട്ലി CV ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളുടെ എല്ലാ പറ്റുന്ന ഓൺലൈൻ പോർട്ടലുകളിലും അതുപോലെ ഗ്രൂപ്പുകളിലും അതുപോലെ കോൺടാക്റ്റുകളിൽ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. മടിച്ചിരുന്നിട്ട് കാര്യമില്ല. ആരും വന്ന് മോനെ വാ നിനക്ക് ജോബ് ഉണ്ട് എന്ന് പറയില്ല. അതിന് പകരം നിങ്ങൾ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അയാൾക്കൊരു ജോബ് ഉണ്ടാവില്ല. നിരന്തരമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ വിചാരിക്കും എങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ജോബ് കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നിങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തോന്നും അന്നേരം ആ സമയത്തായിരിക്കും ഒരാൾ എൻ്റെ അടുത്ത് പറയാം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ 2 ഡ്രൈവേഴ്സിനെ ഇപ്പോൾ ഇന്നലെ ഒരാൾ വിളിച്ച് പറഞ്ഞു, ഒരു HR ഒരാൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് നമ്മളുടെ അടുത്തേക്ക് ആരാണോ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ നമ്മൾ റെഫർ ചെയ്യുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിരാശപ്പെടേണ്ട. ജോലി നല്ലത് കിട്ടും. നല്ലത് കിട്ടിയില്ലെങ്കിലും നമുക്ക് കിട്ടുന്നൊരു ജോലി നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഉഷാറാവും. എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുക. മുനീർ അൽ വഫ, ഇസ്ലാം.